വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് മേഖലയ്ക്ക് പുതിയ ഭാരവാഹികളായി. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് മേഖല വാർഷിക പൊതുയോഗം ആലക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അവരൊക്കെയായിട്ട് സൗഹാർദ്ദം എല്ലാ വ്യാപാരികളും നമ്മുടെ കൂടെയായി എല്ലാ മെമ്പർമാരുമായി നിരന്തരം യൂണിറ്റ് ഭാരവാഹികൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയും. 10 50 മെമ്പർമാരോടത്ത് എളുപ്പത്തിൽ കഴിയും. 10 500 മെമ്പർമാരോടത്ത് നിരന്തരമായി ബന്ധപ്പെടൽ അത്ര എളുപ്പമല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയും. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുമായി നിരന്തരമായി സമ്പർക്കം, അവരുടെ കുടുംബത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാം. കാരണം പലവരും വിളിക്കുമ്പോൾ പലരുടെയും വീട്ടിലുള്ള ചില പ്രയാസങ്ങളും സന്തോഷവും പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട് എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ ഒന്നുകൂടി അത് പറയുകയാണ്, കൂടുതലായി ഇല്ലാത്ത കുറവുള്ള സ്ഥലങ്ങളിൽ അതൊന്ന് പ്രാവർത്തികമാണ്. യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ മാട്ടേൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺ പടിഞ്ഞാത്ത് സ്വാഗതം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് സാജി പുളിക്കൽ, മേഖലാ ട്രഷറർ റോയ് പുളിക്കൽ എന്നിവരും വരണാധികാരിയും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി ബാഷിദ്, ജില്ലാ ട്രഷറർ എം ബി തിലകൻ, വൈസ് പ്രസിഡന്റ് കെ എം ഹരിദാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എ അഗസ്റ്റിൻ, ജില്ലാ കൗൺസിലർ ജോയ് തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ എടാട്ടൽ നന്ദി പറഞ്ഞു. മേഖലാ പ്രസിഡന്റായി ജോൺസൺ മാട്ടേൽ, സെക്രട്ടറിയായി ജോൺ പടിഞ്ഞാത്ത് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. വളരെ ഭംഗിയായി നിൽക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇലക്ഷന്റെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എന്നിരുന്നാലും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ പ്രവർത്തകർ മനസ്സിലാക്കണം, ഇത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും തരണം ചെയ്ത് കൊടുക്കാൻ വലിയൊരു കാര്യമാണ് ഉള്ളത്. അത് വളരെ ഗൗരവത്തോടുകൂടി കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം സംസ്ഥാനത്ത് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അന്ന് ഒരേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി മുൻകൈയെടുത്തുകൊണ്ട് കണ്ണൂരിന്റെ സാഹചര്യം മനസ്സിലാക്കി നീങ്ങാനും ഏതെല്ലാം ആപത്തുകൾക്ക് സഹായിക്കാനും ഇന്നിവിടെ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രാത്രി 8-9 മണി ഓഫീസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെക്കുകൾ നേടിയും ഈ വരുന്ന പ്രവർത്തകർ കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. വളരെയധികം ദുരിതപൂർണമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് വേണ്ട ചെയ്യുക എന്നുള്ള കാര്യത്തെ ചിന്തിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ വേണ്ടി കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോകാനായപ്പോൾ കാണാൻ കഴിഞ്ഞാൽ കാഴ്ച വളരെ ദുഃഖകരമാണ്. എന്ന് പറഞ്ഞാൽ കടക്കാരുമുണ്ട്, അത്യാവശ്യമായ ടാക്സി തൊഴിലാളികളുണ്ട്, അവരുമുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങൾ കിടക്കുന്ന സ്ഥാപനം മേടിക്കാൻ ഞാൻ പറയുന്നു. പിന്നെ സിംഗപ്പുറത്തിൽ നിന്ന് 3-ാം ദിവസമായെങ്കിലും ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ഹർത്താലിന്റെ രീതിയിലാണ് നമ്മൾ ഓരോ ടൗണുകളും. എന്ന് പറഞ്ഞാൽ ഓണത്തിന് 8 ദിവസമേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മളുടെ ഒന്നും വരുന്ന ഒന്നും ഒരു കച്ചവട സ്ഥാപനങ്ങളും ഒരു കുടുംബവും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പല സ്ഥലങ്ങളിലും നമ്മൾ പരാതി കൊടുക്കുകയും അതിനെ ഒരു അന്വേഷണം എന്ന നിലയിൽ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വരികയും ചെയ്തതാണ്. കാലക്രമേണ ഗവൺമെന്റുകൾ മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പദ്ധതി നിർത്തുപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത്. അതിൻ്റെ കാരണം കേരളം ഭരിക്കുന്നതും കർണാടക ഭരിക്കുന്നതും ഒരേ രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ 2 സർക്കാരുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ആ കാര്യം നമുക്ക് സാധിക്കാൻ കഴിയും. പ്രത്യേകിച്ച് കർണാടക ഗവൺമെന്റ് സ്വാധീനമുള്ള ആളുകൾ, റോയിയെപ്പോലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വാധീനം ചെലുത്താൻ വേണ്ടി കുറെ ആളുകൾ വേറെയുണ്ട്. അപ്പോൾ ഈ 2 സർക്കാരിനെയും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് ആലക്കോട് മേഖല ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, എല്ലാ യൂണിറ്റുകളും സജ്ജമായി നിൽക്കുക. ഒരു വികസന മുന്നേറ്റ യാത്ര അല്ലെങ്കിൽ ഒരു പാതയേറിയ യാത്രയ്ക്ക് ഇനിയും ഒരു യാത്രകൾ നടത്തിക്കൊണ്ട് എന്തായിരുന്നു
ചേച്ചി ആ മാല. അത് ഡയമണ്ട് ഷോപ്പിംഗിന് ഇനി ഗോൾഡൻ ബോണസ്. പടിഞ്ഞാത്തെ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഇപ്പോൾ 25,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്താൽ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി നേടാം. നമ്മുടെ പടിഞ്ഞാത്തിൽ പൊന്നോണ പെരുമഴ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഓഫറുകളൊന്നും ആരും മിസ് ചെയ്യരുതേ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.